വടക്ക് കിഴക്കൻ ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്നതും റഷ്യ, ജോർജിയ, അർമേനിയ, ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതുമായ രാജ്യമാണ് അസർബൈജാൻ. വിനോദസഞ്ചാരം ഈയിടെയായി പുരോഗതി പ്രാപിച്ചതോടുകൂടിയാണ് ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് ലോകം കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ടെങ്കിലും കേരളത്തെ അപേക്ഷിച്ച് അസർബൈജാൻ ജനസംഖ്യയുടെ പകുതി മാത്രമാണ്. ചരിത്രവും ആധുനികതയും പ്രകൃതി സൗന്ദര്യവും സമ്മേളിച്ചിരിക്കുന്ന ഒരു നഗരമാണ് തലസ്ഥാനമായ ബാക്കു. ബാക്കുവിന് സമീപമുള്ള ഒരു കുന്നിൻ ചെരുവിൽ ഒരിക്കലും അണയാതെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമുണ്ട്, യനാർദാഗ്. യനാർദാഗും അടുത്തുള്ള അറ്റേഷ്ഗാവ് ഫയർ ടെമ്പിൾ മ്യൂസിയവും ലോകപ്രശസ്തമാണ്. ഭൂമിക്കടിയിൽ ധാരാളമായി പ്രകൃതി വാതകങ്ങളുടെ നിക്ഷേപമുള്ളതുകൊണ്ട് തന്നെ അസർബൈജാൻ പൊതുവിൽ അഗ്നിയുടെ നാട് അഥവാ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അറിയപ്പെടുന്നത്. യനാർദാഗിലെ തീ ഒരിക്കലും അണയില്ല. തുടർച്ചയായി ഭൂമിക്കടിയിൽ നിന്ന് പ്രകൃതി വാതകം ബഹിർഗമിക്കുന്നതുകൊണ്ട് തന്നെ ഈ തീ ഒരിക്കലും അണയാൻ കഴിയില്ല. കാറ്റിലും മഴയിലും മഞ്ഞിലും കെടാതെ കത്തിക്കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ പ്രകൃതി വാതക നിക്ഷേപം ഉണ്ടെങ്കിലും അസർബൈജാനിൽ ഇത് ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ടു താഴെയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടം തീ പിടിക്കുന്നത്. 1950കളിൽ ഏതോ ഒരു ആട്ടിടയൻ ഈ പ്രദേശത്തു കൂടി പോയപ്പോൾ കൊളുത്തിയ തീയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അതല്ല, ഇതിന് 4000 വർഷത്തിലധികം പഴക്കമുള്ളതാണെന്നും പറയുന്നുണ്ട്. അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. 13ാം നൂറ്റാണ്ടിലെ ലോകസഞ്ചാരിയായ മാർക്കോ പോളോയുടെ സഞ്ചാരകൃതിയിൽ ഇവിടെ കണ്ട തീയെക്കുറിച്ച് അതിശയപൂർവ്വം എഴുതിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കത്തിക്കൊണ്ടിരിക്കുന്ന മലകൾ ഇവിടെയുണ്ട് എന്നതിന് വലിയൊരു തെളിവാണിത്. പേർഷ്യയിൽ ഒരു കാലത്ത് പ്രബലമായ മതമായിരുന്ന സൊറാസ്ട്രിയനിസം വിശ്വാസികളുടെ അഗ്നി ആരാധനയുമായി ഈ പ്രദേശത്തെ ബന്ധപ്പെടുത്തുന്ന ചരിത്രമുണ്ട്. ഇവിടുത്തെ അണയാത്ത തീനാളങ്ങൾ അവർ ഒരു ദൈവിക അടയാളമായാണ് കണക്കാക്കിയിരുന്നത്. യനാർദാഗിന് സമീപത്തുള്ള അറ്റേഷ്ഗാവ് ഫയർ ടെമ്പിൾ സൊറാസ്ട്രിയൻ ക്ഷേത്രമായും ഹിന്ദു ആരാധനാലയമായും ഉപയോഗിച്ചിരുന്നതാണ്. 5 വശങ്ങളുള്ള ഈ സമുച്ചയം 17ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പഴയ സിൽക്ക് റൂട്ടിൻ്റെ വ്യാപാര ചരിത്രം ഉറങ്ങുന്ന ഈ കാസ്പിയൻ പ്രദേശവുമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ സൊറാസ്ട്രിയൻ മതക്കാർ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ ഈ ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കിയിരുന്നു. സൊറാസ്ട്രിയൻ മതവുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് അവിഭക്ത ഭാരതത്തിലെ മുൾട്ടാനിൽ, അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ നിന്നും യോഗികൾ ഇവിടെ എത്തി യോഗ അഭ്യസിച്ചിരുന്നുവെന്നും ഇവിടെ ഹിന്ദുമത ക്ഷേത്രമായും ഉപയോഗിച്ചിരുന്നുവെന്നും അവിടുത്തെ ഡോക്യുമെൻ്ററി മുറികളിൽ നിന്നും അറിയാൻ കഴിയും. അതിൻ്റെ പ്രതീകാത്മകമായ ഒരു നടരാജ വിഗ്രഹവും ഗണേശ വിഗ്രഹവും അവിടെ കാണാൻ കഴിയും. സംസ്കൃതത്തിലുള്ള ഗണേശ ശ്ലോകം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നതും വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 1975ലാണ് ഇതൊരു മ്യൂസിയമാക്കി മാറ്റുന്നത്. പ്രകൃതിവാതകത്തിൻ്റെ വലിയൊരു കലവറ തന്നെ സ്വന്തമായുള്ള രാജ്യമായ അസർബൈജാൻ വികസനത്തിൻ്റെ കാര്യത്തിൽ ദുബായിയുമായി ഏറെ സാമ്യമുള്ള നഗരമാണ് ബാക്കുവെങ്കിലും ദുബായ് ഒരു ആധുനിക നഗരവും ബാക്കു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നാഗരികതയുടെ ഒരു ഭാഗമാണ്.